പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോ നമ്മോട് പറയുകയാണ്, നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:17 തിരുവചനത്തിലൂടെ ഈശോ പറയുകയാണ്, ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്, ഒരിക്കലും നമ്മെ കൈവിടില്ല എന്ന്. ദരിദ്രരും നിരാലംബരും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ചല്ല, അതിനെക്കുറിച്ച് മാത്രമല്ല ഈശോ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ കുറവിൻ്റെ ജീവിതത്തിൽ വരണ്ടുണങ്ങിയ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നൊരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് മാറി വ്യതിചലിച്ച് നടക്കുന്ന നമ്മുടെ അവസ്ഥകൾ, ഇതെല്ലാമാണ് ഈശോ നമ്മൾ ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ ആരും സഹായിക്കാത്തൊരവസ്ഥ, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് കൂടെയുണ്ടെന്ന് കർത്താവായ ദൈവം അരുളി ചെയ്യുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടില്ല എന്ന്, ഞാൻ നിനക്ക് ഉത്തരം നൽകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമുക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജലം കിട്ടാതെ ജലമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കണം. ഒരിക്കലും നമ്മെ കൈവിടാത്ത ദൈവം. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ ഈ നോയമ്പ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.